കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്ന NDTVയുടെ വോട്ട് വൈബ് സർവേ 51.9% പേരാണ് സർക്കാരിനെതിരെ വോട്ട് ചെയ്തത്. 31% പേർ വളരെ മോശം ഭരണമാണെന്നും 20.9% പേർ മോശം ഭരണമെന്നും അഭിപ്രായപ്പെട്ടു. 23.8% പേർ വളരെ മികച്ച ഭരണമാണെന്നും 10.7% പേർ നല്ല ഭരണമാണെന്നും 11.8% പേർ ശരാശരി ഭരണമാണെന്നും അഭിപ്രായപ്പെട്ടു. 1.8% അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് സർവേയിൽ പങ്കെടുത്ത 22.4% പേർ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് 18% പേരും KK ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് 16.9% പേരും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയാകണമെന്ന് 14.7% പേരും ശശി തരൂർ MP മുഖ്യമന്ത്രിയാകണമെന്ന് 9.8% പേരും അഭിപ്രായപ്പെട്ടു. സർവേയിൽ UDF-നെ 32.7% ആളുകൾ അനുകൂലിച്ചു. LDF-നെ 29.3% പേരും NDA 19.8% പേരും മറ്റുള്ളവരെ 3% പേരും അനുകൂലിച്ചു. അതേസമയം NDTV സർവേയിൽ തന്റെ പേരില്ലാത്തതിൽ സന്തോഷമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഒരു പണിയുമില്ലാത്ത ചിലരാണ് സർവേ നടത്തുന്നതെന്നും പാർട്ടി സർവേ നടത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. UDF-ൽ സീറ്റ് വിഭജന ചർച്ച തുടങ്ങിയെന്നും ഇന്നലെ ലീഗുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന നഗരിയിൽ എത്തുകയാണ്. കൂടുതൽ സീറ്റ് പിടിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇത്തവണ BJP നടത്തുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ കേരളത്തിലെ ഇലക്ഷൻ ഇൻചാർജ് ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയെ നിയമിച്ചിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജയ്ക്ക് സഹ ചുമതല നൽകി. കേന്ദ്ര നേതൃത്വമാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. BJP അധികാരത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ജനുവരി 23 പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ റോഡ് ഷോ അടക്കം വൻ സ്വീകരണം നൽകുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനിയിൽ 1,00,000 പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് മേയർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറും. 2030 വരെയുള്ള തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റാണ് നരേന്ദ്രമോദി അവതരിപ്പിക്കുന്നത്. 23 രാവിലെ 10 മണിക്ക് തലസ്ഥാനത്തെത്തുന്ന നരേന്ദ്രമോദി ആദ്യം റോഡ് ഷോയിൽ പങ്കെടുക്കും. പിന്നീട് പുത്തരിക്കണ്ടത്ത് റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കും. പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. അതിനുശേഷം പുത്തരിക്കണ്ടത്തെ മറ്റൊരു വേദിയിൽ BJP സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ വലിയ സമര പരമ്പരകളാണ് BJP ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും നേതൃത്വം പറഞ്ഞു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും ദേവസ്വം മന്ത്രി VN വാസവന്റെയും വസതികളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ നടത്തും. 22 പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസിലേക്കും തിരുവമ്പാടിയിലെ മുക്കത്തെ ഓഫീസിലേക്കും BJP മാർച്ച് നടത്തും. കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലെ BJPയുടെ പ്രകടന മികവിനെ പുകഴ്ത്തിയിരുന്നു പ്രധാനമന്ത്രി. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ BJPക്ക് അവസരം നൽകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. BJPയുടെ ഭരണ മികവാണ് ഈ വിജയം സാധ്യമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ BJP ദേശീയാസ്ഥാനത്ത് പുതിയ ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതലയേറ്റതിനു ശേഷം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ BJPക്ക് ഏകദേശം 100 കൗൺസിലർമാരുണ്ടെന്ന് പറഞ്ഞ മോദി തിരുവനന്തപുരത്ത് 45 വർഷങ്ങൾക്ക് ശേഷം ഇടതുപക്ഷത്തിൽ നിന്ന് ജനങ്ങൾ അധികാരം പിടിച്ചെടുത്ത BJPയിൽ വിശ്വാസമർപ്പിച്ചതാണെന്നും വ്യക്തമാക്കി. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ തീർച്ചയായും BJPക്ക് അവസരം നൽകുമെന്നതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പാർട്ടി ഭരണത്തിൽ ഊന്നൽ നൽകിയതിന്റെ ഫലമാണ് ഈ വിജയം. സ്വാതന്ത്ര്യാനന്തരം രാജ്യം വിവിധ ഭരണ മാതൃകകൾ കണ്ടു. കോൺഗ്രസിന്റെ കുടുംബം രാഷ്ട്രീയ മാതൃക, ഇടതുപക്ഷ മാതൃക, പ്രാദേശിക പാർട്ടികളുടെ മാതൃക, അസ്ഥിരമായ സർക്കാരുകളുടെ കാലഘട്ടം. എന്നാൽ ഇന്ന് രാജ്യം BJPയുടെ സ്ഥിരത, സദ്ഭരണം, വികസനം എന്നിവയുടെ മാതൃകയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.